ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണാഘോഷ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിൽ നല്ല ഭംഗിയായിട്ട് നടത്താനായിട്ടൊക്കെ പറ്റി. അപ്പോൾ നമ്മുടെ സുടുമോൻ അവിടെ ഹാളിൽ അവിടെ ഇങ്ങനെ കിടന്ന് കളിച്ചു കേട്ടോ. ഇത്രയും പേര് വന്നിട്ട് സുടുക്കൂട്ടന് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല, ഒരു കരച്ചിലും ഉണ്ടായിരുന്നില്ല, ഒരു ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും പേര് അകത്തോടെ കിടന്ന് നടക്കുന്നുണ്ട്. അവർ നോക്കാൻ ഒന്നിനും അവൻ നോക്കണുണ്ടായിരുന്നില്ല. അവൻ്റെ കയ്യിലൊരു കവറുണ്ടായിരുന്നു, അവൻ അത് പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കളിച്ച് 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 ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇന്നലെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓണാഘോഷമായിട്ട് അതൊരു വിഷമമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് സുടുമോൻ മാത്രം ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. അതാണ് സത്യത്തിൽ കുറച്ച് ഒരു വിഷമമായിട്ടുള്ള കാര്യം ഉണ്ടായത്. അല്ലാതെ വേറൊരു ബഹളം കൂട്ടേ ഇത്രയും പേര് വന്നു, ഇത്രയും മക്കളുകളുണ്ടായി, അവരങ്ങനെ കണ്ടിട്ട് ഒരു ഒച്ചപ്പാടോ ബഹളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവനവിടെ അതിമനോഹരമായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചു. ഇതിലേ 4 സൈഡിൽ കൂടെ ഇതിലൊക്കെ ആൾക്കാരുകൾ അതിലൊക്കെ പോകുന്നുണ്ട്. അവനതൊന്നും നോക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ അവൻ എന്തെങ്കിലും അങ്ങനെ നമുക്ക് നിന്നൊക്കെ തരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഹാളിൽ തന്നെ കിടത്തിക്കായിരുന്നു കേട്ടോ. ഇവിടെ പൂക്കളം നന്നാക്കണോടത്തും ഒക്കെ ഇരുത്തി കഴിഞ്ഞാൽ അറിയാമല്ലോ അവൻ്റെ സ്വഭാവം. അപ്പോൾ അത് കാരണം കൊണ്ട് അവനെ നമുക്ക് അവിടെ ഇരുത്തിയിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ അവനെ അവിടെ കിടത്തി തന്നെ ചെയ്തേട്ടാ. പിന്നെ എല്ലാ മക്കളുകളും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെയൊക്കെ നിൽക്കും നടക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കളുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുടുക്കൂട്ടനെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ എടുത്തത് കേട്ടോ. പോകാനായിട്ടും കൊണ്ടുപോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ സുടുമോനെ എടുത്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ സുടുമോന് കൂടിയും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ സുടുമോനും കൂടി പങ്കെടുക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ടീച്ചർമാർ, നമ്മുടെ ഷിബി ടീച്ചറാണ് വിളിച്ച് ചോദിച്ചത് കേട്ടോ. നമ്മുടെ ഇവിടെ വീട്ടിൽ നടത്താനായിട്ട് പറ്റുമോ, എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മുടെ ഷിബി ടീച്ചറാണ് കേട്ടോ വിളിച്ച് ചോദിക്കണത്. എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഓണാഘോഷ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണതൊക്കെ ഡേറ്റ് മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും എല്ലാ അമ്മമാരെയും വിളിച്ച്. അപ്പോൾ നമുക്കിതൊക്കെ കിട്ടണത് നമുക്കതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ. നമ്മുടെ ഇതേപോലെയുള്ള ഒരു നല്ല ടീച്ചർമാരെയൊക്കെ കിട്ടണത് നമുക്ക് നല്ലൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പൂവൊക്കെ നന്നാക്കിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ ടീച്ചർമാരൊക്കെ വന്നു, പിന്നെ എല്ലാ അമ്മമാരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ പൂവും കാര്യങ്ങളൊക്കെ നന്നാക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടീച്ചർമാരും പിള്ളേരുകളും ഒക്കെ ഇരുന്നിങ്ങനെ ബോൾ കളിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ആ മത്സരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങി. ഇവർക്ക് ഇതാണല്ലോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഇവർക്ക് നമ്മുടെ സുടുമോനൊക്കെ ഈ ബോൾ പാസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. സുടുമോന് മാത്രം നമ്മുടെ കയ്യിൽ കൊടുത്ത് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ബോളിൻ്റെ ഇത് കഴിഞ്ഞ് തുടങ്ങി കേട്ടോ. അമ്മമാർക്കും കളികൾ ഇതൊക്കെ വെച്ചു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അമ്മമാരും ഒരു മടി പിടിച്ച് തന്നെ ഇരിക്കില്ല. അപ്പോൾ ഓണതൊക്കെ ആയി കഴിഞ്ഞാൽ അമ്മമാർക്കുമുള്ള കളികൾ ഇതൊക്കെ ചെയ്ത്. അപ്പോൾ അത് അങ്ങനെ എല്ലാ അമ്മമാരും നല്ല ഭംഗിയായിട്ട് തന്നെ പങ്കെടുത്തിട്ട് അവരുടെ അമ്മമാരാണ് മടി പോലും പിടിച്ച് അങ്ങനെ ഇരിക്കുക ഒന്നുമില്ല കേട്ടോ. ഇതിനൊക്കെ കാരണം നമ്മുടെ ടീച്ചർമാരാണ് കേട്ടോ. നമ്മുടെ ടീച്ചർമാരാണ് എല്ലാ കാര്യത്തിനായാലും അവരും നമ്മളെ അത്രയ്ക്കും ഒരു ഇതായിട്ടാണ് കേട്ടോ. അത്രയും നല്ലൊരു കൂട്ടാണ് നമുക്ക് ഈ ഷിബി ടീച്ചർ. അപ്പോൾ അങ്ങനെ എല്ലാ അമ്മമാരും എല്ലാവരും പങ്കെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കസേരകളിയും ഒക്കെ അങ്ങനെ നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് ഇത്രയും ഭംഗിയൊക്കെ ആകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു. അപ്പോൾ അങ്ങനെ കസേരകളി, അമ്മമാരുടെ കളികളും ടീച്ചർമാരും ഒപ്പം അവരും കൂടി ഉള്ള കാരണം കൊണ്ട് പിന്നെ നമ്മുടെ മനസ്സും നിറഞ്ഞു എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ടീച്ചർമാർ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കളിച്ചപ്പോൾ തന്നെ ഔട്ടായി പോയിട്ടോ. അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ ഇട്ടില്ല, ഞാൻ ഫസ്റ്റ് തന്നെ ഔട്ടായിപ്പോയി. എനിക്ക് പിന്നെ ഇങ്ങനെ മത്സരങ്ങളിൽ ഇതിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തൊരു കാര്യം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും അത് മിസ്സാക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിസ്സാക്കരുത് ഒരിക്കലും. അതൊന്നും ഇപ്പോഴല്ല നിങ്ങൾക്ക് ഇതിൻ്റെ വിഷമവും കാര്യങ്ങളൊന്നും മനസ്സിലാവട്ടെ. ഒരിക്കലും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിതൊന്നും ഒരിക്കലും നമുക്ക് വരാൻ പറ്റില്ല, ഇങ്ങനെയാണ് ഒന്നും പറയരുത്. നമ്മൾക്കതൊക്കെ ലൈഫിൽ നമുക്കൊക്കെ ഓർക്കാം എന്നുള്ള എന്താ പറയുക, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഓർമ്മയല്ലേ. അപ്പോൾ നമ്മുടെ കസേരകളി ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മുടെ മെമ്പർമാരും ഇവരൊക്കെ വന്നു കേട്ടോ.
അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ വേഗം 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 അവസാനിപ്പിക്കുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ ലേറ്റ് ആവില്ലേ. അപ്പോൾ അങ്ങനെ മെമ്പർമാരൊക്കെ വന്ന് കുറച്ച് ആശംസയും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാബലിയാണ് കേട്ടോ അതായിരിക്കണത്, അവനാണ് മഹാബലി ആക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അത് കഴിഞ്ഞ് നമ്മുടെ ടീച്ചർമാരെയും കൂടി മത്സരം വെച്ചു കേട്ടോ. അപ്പോൾ അതിൽ ഞാനും കൂടി വന്നിരുന്നു മത്സരിക്കാനായിട്ടിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാനും കൂടി നിന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് തോറ്റുപോയതാണ്, പിന്നെ ഇപ്പോൾ രണ്ടാമത് ടീച്ചർമാരെയും കൂടി തോറ്റു കേട്ടോ. അപ്പോൾ അതും വേണ്ടേ പറയാനായിട്ട്, എനിക്ക് എവിടെ പങ്കെടുത്താലും തോൽവി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടീച്ചർമാരുടെ കൂടെ ഒരു കമ്പനിക്ക് ഞാനും നിന്നു. അപ്പോൾ നമ്മുടെ ജയിച്ചത് നമ്മുടെ മോളി ടീച്ചറാണ് കേട്ടോ, ഓറഞ്ച് ബ്ലൗസ് ഇട്ട ടീച്ചർ. നിങ്ങൾക്ക് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ കാപ്പി കളർ ബ്ലൗസ് ഇട്ടത് നമ്മുടെ ഷിബി ടീച്ചർ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മോളി ടീച്ചറാണ് ഇപ്പോൾ ഇന്നത്തെ വിജയ്. ടീച്ചർമാരിൽ ജയിച്ചത് മോളി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്സരങ്ങളപ്പോൾ ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞു. നമ്മുടെ പൂവൊക്കെ ഇതായിരുന്നു കേട്ടോ, പൂവായിരുന്നു ഫസ്റ്റ് കാണിക്കേണ്ടത്. നമ്മുടെ പൂവൊക്കെ എങ്ങനെയുണ്ട്, പൂക്കളൊക്കെ ഇട്ടത് അടിപൊളിയായിട്ടുണ്ടോ? നമ്മൾ കാർ പോർച്ചിലാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അവരുടെ മത്സരം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ പിന്നെ തിരുവാതിരക്കളി തുടങ്ങി കേട്ടോ. അതങ്ങനെ എല്ലാ അമ്മമാരും കൂടി അങ്ങനെ ഭംഗിയായിട്ട് ടീച്ചർമാർ ഒക്കെ എല്ലാവരും കൂടി എല്ലാ അമ്മമാരും പിന്നെ സഹകരിച്ച് പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് കൂടിയായിട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളിതൊന്നും പഠിച്ചിട്ടൊന്നുമല്ല, അപ്പോൾ തന്നെ ടീച്ചർമാർ ഒന്ന് റിവേഴ്സൽ നടത്തിയിട്ട് പിന്നെയാണ് നമ്മൾ അപ്പോൾ തന്നെ ചെയ്യണത് കേട്ടോ. അല്ലാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കാൻ പോവാൻ അമ്മമാർക്ക് പഠിക്കാൻ പോകാൻ പറ്റുക ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഷിബി ടീച്ചർ വന്നിട്ട് ഒന്ന് റിഹേഴ്സൽ ഒന്ന് തന്നിട്ട് പിന്നെ അങ്ങോട്ട് കളിക്കാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതൊക്കെ നമുക്കതൊരു എൻജോയ്മെൻ്റ് അല്ലേ, ഇതൊന്നും നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കരുത് കേട്ടോ, ഒരിക്കലും. അപ്പോൾ എല്ലാവരും നമ്മുടെ ടീച്ചർമാർ നമുക്ക് അത്രയും സപ്പോർട്ടാണ്. പിന്നെ നമ്മുടെ ഷിബി ടീച്ചർ മോൾ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മക്കളെയും പൊന്നു പോലെയാണ് കേട്ടോ നോക്കണതും വിളിക്കണതും സംസാരിക്കണതും എല്ലാ കാര്യത്തിനായാലും അവരുണ്ട് നമ്മുടെ ഒപ്പം. അപ്പോൾ പിന്നെ നമ്മൾക്കൊരു പേടിയില്ല, ഒരു ടെൻഷനും ഇല്ല കേട്ടോ നമ്മുടെ ടീച്ചർമാർ കൂടെയുള്ളപ്പോൾ. പിന്നെ നമ്മുടെ മെമ്പർമാരൊക്കെ ഗിഫ്റ്റ് കൈമാറാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഗിഫ്റ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ടീച്ചർമാരെയൊക്കെ കൂടെ നിന്ന് ഓരോ ഫോട്ടോ എടുത്തത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ലാസ്റ്റാണ് എനിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. മക്കളൊക്കെ ഇരുത്തിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഒന്നിനും പറ്റിയില്ല. പിന്നെ നമ്മുടെ സുടുമോൻ കുറച്ചറിയാലോ, പിന്നെ സുടുമോന് പിന്നെ ഉറക്കം വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. അവൻ വെളുപ്പിനെ എണീറ്റ് കൂത്തിരിക്കുന്ന കാരണം കൊണ്ട് ഉറക്കം ശരിയായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ, എല്ലാവരും കണ്ടോളൂ, സപ്പോർട്ട് ചെയ്തോളൂ.